അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലത്തും സ്മരിക്കപ്പെടുന്ന ബദറിലെ ചില ഭാഗങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ബദർ കേവലം ഒരു യുദ്ധം മാത്രമായിരുന്നില്ല. അതിൻ്റെ മുമ്പും ശേഷവും ഒരുപാട് അവിസ്മരണീയമായ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ സഹാബത്തെ കിറാമിൻ്റെയും സ്നേഹകഥകൾ തങ്കലിപികളാൽ രേഖപ്പെട്ടു കിടക്കുകയാണ്. ആയിരക്കണക്കായിരിക്കുന്ന ശത്രുവ്യൂഹത്തിൻ്റെ ശക്തി ദുർഘടങ്ങളെ ഭേദിച്ച് ഈമാനികാവേശത്തിൻ്റെ സൂര്യകിരണങ്ങളെ ആവാഹിച്ച് മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദറിൽ വിജയം കൈക്കൊണ്ടു. ശത്രുപ്രമുഖന്മാർ പലരും തലയേറ്റു വീണു. ശേഷിച്ചവർ ജീവനും കൊണ്ടോടി. പേടിച്ചോടി മക്കയിലെത്തിയ ആദ്യ പേടിച്ചോട്ടക്കാരന്റെ കഥ മഹാനായ മൂയൻകുട്ടി വൈദ്യർ ഇങ്ങനെ വിവരിക്കുന്നു. പുകിന്തവരെല്ലാരിൽ വലിയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ പേടിച്ചോട്ടക്കാരൻ പറയുകയാണ്, നമുക്കിതാ മക്കയിലിതാ വലിയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു, നമ്മളിതാ ബദറിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ടയുടനെ മക്കയിലാകെ ദുഃഖം തളം കെട്ടി. എങ്ങും അട്ടഹാസങ്ങൾ, നിലവിളികൾ. മക്കയിലെ സ്ത്രീകൾ മണ്ണ് വാരിയിട്ട് തലയിലേക്ക് മണ്ണ് വാരിയിട്ട് അലമുറയിടാൻ തുടങ്ങി. അട്ടഹാസങ്ങളെ കൊണ്ടും നിലവിളികളെ കൊണ്ടും മക്ക പ്രകമ്പനം കൊണ്ടു. ഈ സമയം യുദ്ധത്തിനൊന്നും പോവാതിരുന്ന അബൂലഹബ് തൻ്റെ വീട്ടിൽ നിന്നും ഓടിക്കിതച്ചുകൊണ്ട് തൻ്റെ സഹോദരപുത്രനായിരുന്ന അബൂ സുഫിയാന്റെ അടുത്തേക്ക് വന്ന് യുദ്ധവിവരങ്ങളെ ചോദിച്ചറിയാൻ തുടങ്ങി. ഞങ്ങൾ 1 മണിക്കൂർ ധീരമായി ഞങ്ങൾ പോരാടി. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു കൂട്ടരനാസിലായി ഹവാതന്നിന്നും അവരെ ഉദൽ ചമയം വെള്ള പരികൾ വെൽക്കാം എന്നും പുരം ആലത്തുൽ ഖിതാൽ അരുന്തോരായും. അവർ പറയുകയാണ്, ആകാശത്തു നിന്നും ഒരു കൂട്ടർ ഇറങ്ങി വന്നു. വെള്ള വസ്ത്രധാരികൾ, ആയുധധാരികൾ. അവർ വെളുപ്പും കറുപ്പും പുള്ളികളുള്ള കുതിരപ്പുറത്താണ് അവർ വന്നത്. അവർ കാരണം തന്നെയാണ് നമ്മൾ ബദറിൽ പരാജയം സംഭവിച്ചതും. ഈ സമയത്ത് പുറകിൽ നിന്നും ഒരു ശബ്ദം വരുന്നു. അത് നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കുകൾ തന്നെ. ഇത് അബൂലഹബിനെ അത്രയങ്ങ് രസിച്ചില്ല. മഹാനായ അബൂ റാഫി തങ്ങളായിരുന്നു ഇത് പറഞ്ഞത്. അബ്ബാസിന്റെ സേവകനായ അബൂ റാഫി തങ്ങൾ ആരും അറിയാതെ ഇസ്ലാം സ്വീകരിച്ച ഒരാൾ മാത്രമായിരുന്നു. അബൂലഹബ് അബൂ റാഫി തങ്ങളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് നിലത്തിട്ടു. എന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് മർദ്ദിക്കുവാൻ തുടങ്ങി. സേവകനെ മർദ്ദിക്കുന്നത് കണ്ട് ഉമ്മുൽ ഫദ്ൽ ബീവിക്ക് സഹിച്ചില്ല. തൻ്റെ അടുത്ത് ടെന്റ് കെട്ടാൻ ഉപയോഗിച്ച ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് അബൂലഹബിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. കണ്ടത് ഉമ്മുൽ ഫദ്ൽ ബീവി അബ്ബാസിൻ തേവി രോഷത്താലേ കൺമനക്കുള്ള
പൊട്ടിയേ എമ്പുവാനുൾ കഥ കേട്ടോനെ ഹബിസുറ്റോനെ ഞെരിമിട്ടോനെ. ഉമ്മുൽ ഫദ്ലിന്റെ ബീവിയുടെ അടിയേറ്റുകൊണ്ട് അബൂലഹബ് നിലം പൊത്തി, ശിരസ് മുറിവൊട്ടുകയും അത് ദുർഗന്ധം വമിക്കുകയും ചെയ്തു. ഇത് കാരണം അബൂലഹബ് ഈ ലോകത്തു നിന്നും നശിച്ചു പോയി. ബദറിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും ബദർ കാരണം തന്നെയാണ് അബൂലഹബ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതേ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വിജയ ശ്രീലാളിതരായിക്കൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. മദീന അവരെ സ്വീകരിക്കാൻ സജ്ജം ഒരുങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിന് ശേഷം തടവിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ബാസ് അടക്കം 71ഓളം മുശ്രിക്കുകളും കൂട്ടി നബി സന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, ഇവരെ എന്ത് ചെയ്യണം നബിയെ? നബി തങ്ങൾ തന്നെ ഈ ഒരു വിഷയം സഹാബത്തിന്റെ ഇടയിൽ ചർച്ചക്കിട്ടു. അവർ ഓരോരുത്തരായി അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചേരെ മുത്തഹമ്മദ് നബി ബൈത്തിൽ ഇരുന്ന് പിൻ ചിറപ്പെട്ടോർകളെയും കൊണ്ടാരി ഗോരത്തി പാരിത പൂകി ത്വയ്ബ പൂകിന്തെല്ലാം ഹബീബുല്ലാഹ് ഫദ്ലുറ്റ തീരു മുമ്പിൽ അണഞ്ഞ് ഇവരെ കയ്യിൽ നിന്നും മോചന ദ്രവ്യം വാങ്ങിക്കൊണ്ട് നമുക്ക് ഇവരെ വിട്ടയക്കാമെന്നായിരുന്നു സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഉമർ തങ്ങളുടെ അഭിപ്രായം ഇതായിരുന്നില്ല. അറുതുണ്ടും ഒഴിയാതെ കുലത്തണം അതുമെന്താ അവരെല്ലാം തവാഫീരിൽ ഇമാമിങ്ങളവരാകും പറന്തുതാമോമതയും ഇറൈതന്റെ കലാമയും മുഖന്തിബുന. അവരെല്ലാം നമ്മളൊരു ദീനിന്റെ ശത്രുക്കളാണ് നബിയെ. അവിടെ ഓരോരുത്തരെയും വെറുതെ വിട്ടുകൂടുക. ഉമർ തങ്ങൾ ശക്തമായി വാദിച്ചു. എന്നാൽ അബൂ റബാഹ തങ്ങളുടെ അഭിപ്രായം വളരെ രസകരമായിരുന്നു. കുന്നുപോലെ വിറകുകൾ കൂട്ടിയിട്ട് നമുക്ക് അതിലിട്ട് കത്തിച്ച് ചാമ്പലാക്കാം നബിയെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ ഇടയിലുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസത്തെ ഓരോരുത്തർക്കായി പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സമുദായത്തെ പല രീതികളായി പടച്ചു. ചിലരുടെ മനസ്സിനെ പട്ടുപോലെ മൃദുലമുള്ളതാക്കി, മറ്റു ചിലരെ കല്ലുപോലെ കാഠിന്യമുള്ളതാക്കി. ഉദാഹരണം സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആകട്ടെ നൂഹ് നബിനെ പോലെയും. ഈ ഒരു വിവരണത്തെ മഹാനായ മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി വിശദീകരിക്കുന്നത് കാണാം. പോലെ മനസ്സ് പോലെ മനസ്സ് പോലെ മനദബുബക്കറുടെ വിരവൊളിയുഗമാ തനമുടെ ഇബ്രാഹിം നബിയുടെ തരമ മനദബുബക്കറുടെ വിരവൊളിയുഗമാ തനമുടെ ഇബ്രാഹിം നബിയുടെ തരമ നിനവർ സമാനിലെ ഉലകരിൽ മയമ തേടി പൊറുക്കൽ കൊണ്ടവർക്കെല്ലാം മാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ നിന്നും മോചനദ്രവ്യം കൈപ്പറ്റി അവരെ വിട്ടയച്ചു. സമ്പത്തില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചനദ്രവ്യം ചുമത്തിയില്ല. മഹാനായ നബി തങ്ങളുടെ വല്ലാത്ത കാരുണ്യം. എന്തിനേറെ പറയട്ടെ, തങ്ങളുടെ എളാപ്പയായ അബ്ബാസിനോട് പോലും നബി തങ്ങൾ ഒരു പശ്ചാത്താപവും കാണിച്ചില്ല. അവരിൽ നിന്നും മോചനദ്രവ്യം കൈപ്പറ്റി. അപ്പോൾ അബ്ബാസ് തങ്ങൾ പറഞ്ഞു നോക്കി, നബിയെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നാട്ടിലേക്ക് ആളെ വിടൂ, എന്നിട്ട് അവിടെ നിന്നും പൈസ കൊണ്ടുവന്ന് നീ മോചിതനായിക്കോളൂ. അപ്പോൾ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അവിടെ നാട്ടിലും ആരുടെ കയ്യിലും 10 പൈസ ഇല്ല നബിയെ. ഈ സമയം അബ്ബാസ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും തടിയൂരാൻ ശ്രമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് മറുത്തൊരു ചോദ്യം ചോദിച്ചു. നീ യുദ്ധത്തിന് പോരുമ്പോൾ സ്വർണം നിറച്ച ഒരു പെട്ടി നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നില്ലേ? ആവശ്യാനുസരണം അതിൽ നിന്ന് എടുക്കാനും അത് കഴിഞ്ഞിട്ട് മണ്ണിൽ തന്നെ പൂഴ്ത്തി വെക്കാനും നീ പറഞ്ഞിരുന്നില്ലേ? ഇത് കേട്ടയുടനെ അബ്ബാസ് തങ്ങൾ ആകെ അന്താളിച്ചു പോയി. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം നബി തങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റ രീതി കണ്ട് അവിടെയുള്ള മുശ്രിക്കുകളെല്ലാം ഇസ്ലാം മതം പുൽകി. ഇന്ന് യുദ്ധത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധ കൊതിയനാണെന്നും
ജിഹാദിയാണെന്നും മുദ്രകുത്തുന്നവർക്കെതിരെ ഈ ഒരു അവിസ്മരണീയമായ ഈ ഒരു ചരിത്ര സംഭവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ മുറിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.